ഹായ്, വെൽക്കം ബാക്ക്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള വറ്റിച്ച് വെച്ചൊരു മത്തിക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മീൻകറി വെക്കാൻ ആവശ്യത്തിനുള്ള പുളിയൊന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. കടുക് പൊട്ടി ഉലുവയൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഒരു 8 അല്ലി ചെറിയുള്ളി അരിഞ്ഞതും 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് ഈ പൊടിയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തത് കാരണം പുളിയുടെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല നെയ്യുള്ള ടൈപ്പ് മത്തിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 5-8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ചട്ടി കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തും. അല്ലാതെ സ്പൂൺ വെച്ച് ഇളക്കരുത്, മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിയൊക്കെ ഒരുപോലുള്ള നല്ലൊരു മത്തിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻകറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേക്കും എരിവും പുളിയൊക്കെ മീനിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.